മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഹൻ കമലേശ്വരത്ത് ചെന്നിട്ട് സന്തോഷം കരുണയായിട്ടും ദുർഗയായിട്ടും പങ്കുവയ്ക്കുന്ന സമയത്ത് കരുണയും ദുർഗയും പറയുന്നുണ്ട്, എടാ മേഘ, വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, മഞ്ജുവിൻ്റെ കുഞ്ഞ് അബോർഷനായി പോയി. ഈ സമയത്ത് മേഹൻ ചോദിക്കുന്നുണ്ട്, സാഹറിൻ്റെ വിവരം എന്തെങ്കിലും മഞ്ജു അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ. അതൊന്നും അവർ പറഞ്ഞില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ വിവരങ്ങളൊക്കെ അവൾ അറിഞ്ഞോളും. അതോടുകൂടി അവളുടെ തകർച്ച പൂർത്തിയാവും. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം. അതിനി ഒട്ടും നമ്മൾ അമാന്തിച്ചുകൂടാ. എന്തായാലും അപ്പച്ചി ഇന്ന് സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം, മോളെ നീ വാടി മേഘനുള്ള പായസം തരാമെന്നും പറഞ്ഞ് കരുണയെ വിളിച്ച് ഈ ദുർഗയാണെങ്കിൽ മേഘന് കുടിക്കാനുള്ള പായസമൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഉണ്ണി മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഉണ്ണിയെ കണ്ടതും, എന്താ ഇവിടെ മോനെ ഉണ്ണി, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം, പിന്നെ ഇല്ലാതെ ഞാനെല്ലാം അറിഞ്ഞു ഏട്ടാ. എനിക്കത് കേട്ടതോടുകൂടി ഭയങ്കര സന്തോഷമായി. ഇനി അയാളുടെ ഭരണം കാണണ്ടല്ലോ. അതുമാത്രമല്ല, ആ മാർക്കോയും കൂടി പോയതുകൊണ്ട് ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മഞ്ജുവിൻ്റെ കാര്യത്തിലും തീരുമാനമായല്ലോ. അമ്മയും കരുണയും കൂടി മഞ്ജുവിന് ചായയിലൊരു പൊടി കലക്കി കൊടുത്തതുകൊണ്ട് അവളുടെ കുഞ്ഞും അബോർഷനായി പോയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിലും മേഹേട്ടന് ടെൻഷൻ വേണ്ടാന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിഞ്ഞടാ മോനെ, അപ്പച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മഞ്ജുവിനെ ഒന്ന് കാണാൻ പോയാലോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അപ്പച്ചിയാണ് പറഞ്ഞത്, ഇപ്പോൾ അവിടെ മഹാലക്ഷ്മി ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന്. എന്തായാലും മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം വേണം എനിക്കൊന്ന് അങ്ങോട്ട് പോകാമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, കണ്ണേട്ടൻ വരാതെ അവരും കൂടി വരില്ലല്ലോ. ഇനിയിപ്പോൾ കണ്ണേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരും കൂടി വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയും മേഘനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പായസമായിട്ട് വരുന്നുണ്ട്. കരുണയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം അനുഭവിക്കാത്ത പോലെയാണ് കരുണയുടെ മുഖത്തെ ചിരി കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി ആ പായസം കൊണ്ട് വന്നിട്ട് ഉണ്ണിക്കും മേഘനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കണ്ണൻ്റെയും മാർക്കോയുടെയും മരണം ആഘോഷമാക്കി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടി പോയിട്ട് വീട്ടിൽ ചെന്നതും മാർക്കോ പറയുന്നുണ്ട്, ഇനി ആ മേഘനെ വെറുതെ വിടാൻ പറ്റില്ല ലോപ്പസ്. എന്തായാലും ഇതിനു മുമ്പ് പല പ്രാവശ്യം അവൻ കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ നോക്കി. അന്നേ നമ്മൾ അവന് നല്ല തിരിച്ചടി കൊടുക്കേണ്ടതായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അവൻ്റെ പെണ്ണ് അവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവൻ ഒതുങ്ങുമെന്ന്. പക്ഷെ അവൻ അതുകൊണ്ടൊന്നും ഒതുങ്ങിയിട്ടില്ല. വീണ്ടും വീണ്ടും അവൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ പല പ്രാവശ്യമായി. ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും മാർക്കോ എന്ന് ചോദിക്കുമ്പം, അതൊക്കെയുണ്ട്, ഞാൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാൽ മതിയെന്ന്. ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട്, അതെന്തൊരു പറച്ചിലാടാ മാർക്കോ, നീ എന്ത് തീരുമാനിച്ചാലും അതിന് 100% സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാടാ, എന്തായാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം, ആ മേഘനെ ഒന്ന് വിരട്ടാം. എന്തായാലും ഞാനും കണ്ണൻ സാറും മരിച്ചു, സാഹിർ ഗുരുതരാവസ്ഥയിലാണെന്ന് കരുതിയല്ലേ അവനിരിക്കണേ. അവൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളെ ഞങ്ങളെ കൊന്നേന്നുള്ള ധാരണയിലാണല്ലോ അവനിപ്പോൾ സന്തോഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ച് തന്നെ നമുക്ക് അവനെക്കൊള്ള പണി കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ മാർക്കോയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് മേഘനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഉണ്ണി മേഘനൊക്കെ സന്തോഷത്തോടുകൂടി പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മേഘൻ ദുർഗയോട് പറയുന്നുണ്ട്, ഇപ്പം അപ്പച്ചിക്ക് മനസ്സിലായില്ലേ എനിക്ക് നല്ല കഴിവുണ്ടെന്ന്, ഇത്രയും നാളും എല്ലാവരും എന്നെ പരിഹസിച്ചില്ലേ, ഇപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേന്ന്. ആ സമയത്താണ് നമ്മളുടെ മേഘൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ മേഘൻ ഫോൺ എടുത്ത് നോക്കിയിട്ട്, പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഇനിയിപ്പോൾ അവന്മാർ ബാക്കി പൈസയ്ക്ക് വേണ്ടി വിളിക്കണതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിച്ചതും മേഘനാഥൻ അല്ലേന്ന് മാർക്കോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മേഘനാഥൻ, അതെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പം, ഞാൻ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI ആണ് വിളിക്കണത്, നിങ്ങൾക്ക് വിക്രമൻ എന്ന് പറയണ ഒരു ഗുണ്ടയെ പരിചയമുണ്ടോയെന്ന്. അത് കേട്ടതും മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം ഈ കണ്ണനെ മാർക്കോയൊക്കെ കൊല്ലാനായിട്ട് മേഘനാഥൻ പൈസ കൊടുത്തേൽപ്പിച്ചത് ആ ഒരു ഗുണ്ടേനെയാണ്. അയാളെ പോലീസ് പിടിച്ചോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പം മാർക്കോ വീണ്ടും പറയുന്നുണ്ട്, അയാളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മേഘനാഥൻ പറഞ്ഞതനുസരിച്ച് 2 പേരെ അയാൾ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞ്. അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വിളിച്ചത്. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലൊന്ന് ഹാജരാവണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരുമെന്ന്. ആ സമയത്ത് മേഘനാഥനാണെങ്കിൽ മറുപടി പറയാൻ ഒന്നും കിട്ടാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ദുർഗയും കരുണയും ഉണ്ണിയും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ മേഘനെ തന്നെ നോക്കുന്നുണ്ട്. ആ സമയത്ത് മേഘൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ മോശം വാർത്തയാണ് മേഘൻ കേട്ടേക്കണേന്ന്. അങ്ങനെ മേഘൻ
മേഹൻ മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, താനെന്താ മറുപടി ഒന്നും പറയാതെ? എനിക്ക് തന്നെ ഒന്ന് കാണണം, എന്തായാലും ഞാനൊരു ലൊക്കേഷൻ അയച്ചു തരാം, താൻ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന്. ആ സമയത്ത് മേഹൻ ശരി സാറെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവും മഹാലക്ഷ്മിയും കണ്ണനെ ഒന്നും കാണുന്നില്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു മഹാലക്ഷ്മിയും കൂടെ ഓടി മുൻവശത്ത് വരുന്ന സമയത്ത് കാറിൽ നിന്നും നമ്മളുടെ കണ്ണനും സാഹറും ഇറങ്ങണെയാണ് കാണുന്നത്. കണ്ണൻ ഇറങ്ങിയതും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, സാഗറും കൂടെയുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല കണ്ണൻ്റെ മുടന്ത് മാറിയെന്ന്. പിന്നീട് മഹാലക്ഷ്മി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവണേ കണ്ണൻ്റെ മുടന്ത് മാറിയെന്ന്. അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട്, ദേ മഞ്ജു, കണ്ണേട്ടനെ നോക്കിക്കേ, ഇവിടുന്ന് പോകുമ്പം കണ്ണേട്ടൻ്റെ കാലിന് ചെറിയൊരു മുടന്തുണ്ടായിരുന്നില്ലേ, ഇപ്പം അതൊന്നുമില്ല, കണ്ണേട്ടൻ നല്ലോണമല്ലോ നടന്നു തന്നെയെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ഏട്ടൻ്റെയും ഏടത്തിൻ്റെയും പ്രാർത്ഥന അയ്യപ്പൻ കേട്ടല്ലോ, അതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ മുടന്തൊക്കെ മാറിയത്. ഇനിയിപ്പോൾ ഏടത്തേക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിൽ പരം സന്തോഷമൊന്നും ഉണ്ടാവാനില്ല മഞ്ജു, എനിക്ക് എന്തായാലും സന്തോഷമായി. അങ്ങനെ കണ്ണനും സാഹറും മഞ്ജുവിൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ്റെ മുടന്ത് എങ്ങനെയാണ് മാറിയെന്ന് ചോദിക്കുമ്പം അത് ഭഗവാൻ അങ്ങോട്ട് എടുത്തു, എനിക്ക് ഭഗവാൻ ദർശനം തരുക മാത്രമല്ല ചെയ്തത്, എൻ്റെ മുടന്ത് അങ്ങോട്ട് എടുക്കുകയും ചെയ്തു, എന്തായാലും തനിക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷമൊന്നും ഉണ്ടാവാനില്ല കണ്ണേട്ടൻ നല്ലോണം നടക്കണമെന്നൊന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, എന്തായാലും എൻ്റെ അയ്യപ്പ ഭഗവാൻ അതെനിക്ക് നടത്തി തന്നു, എനിക്ക് സന്തോഷമായിന്ന്. പിന്നീട് സാഗർ ചോദിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് മഞ്ജുവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക സാഗരേട്ടാ ഭേദം, എൻ്റെ കുഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ആ കരുണേടത്തിയും കൂടി എനിക്ക് ചായയിൽ കുറച്ച് പൊടിയൊക്കെ കലക്കി തന്നു, ഞാനത് കുടിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ അവർ വിചാരിച്ചേക്കണേ ഞാനത് കുടിച്ചു എന്നാ. എന്നിട്ട് എപ്പോഴും അമ്മ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഏടത്തി ഫോൺ എടുത്തിട്ട് ഞാൻ ആസ്പത്രിയിലാണെന്നും എൻ്റെ കുഞ്ഞ് അബോർഷനായി പോയെന്നും പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവരപ്പം തന്നെ വീട്ടിലോട്ട് വന്നു സാഗരേട്ടാ, ഇവിടെ വന്നിട്ട് ഏടത്തി കാരണം എൻ്റെ കുഞ്ഞ് പോയെന്നൊക്കെ പറഞ്ഞ് ഏടത്തിയെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് നിങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം സത്യം നമുക്കറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരോട് തർക്കിക്കാനൊന്നും പോയില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും മഞ്ജുവിൻ്റെ അമ്മയുടെ മനസ്സിൽ ഇത്രയും ദുഷിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഒരു കുഞ്ഞു കൊച്ചിനെ കൊല്ലാൻ വരെ അവർക്ക് മടിയില്ല, അവരത് ചെയ്യണത് ഒരു നെറുകെട്ടവന് വേണ്ടിയിട്ടും. എന്തായാലും ഇപ്പോൾ വീട്ടിൽ അതിൻ്റെ ആഘോഷം നടക്കുമായിരിക്കും എന്ന് മഞ്ജു പറയുന്ന സമയത്ത് ആ ആഘോഷമൊക്കെ നടക്കട്ടെ, ആഘോഷങ്ങൾ അധികം വൈകാതെ തന്നെ നിലച്ചോളൂ എന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അകത്തേക്ക് കയറി ചെല്ലുമ്പം മഹാലക്ഷ്മി സന്തോഷം കൊണ്ട് കണ്ണനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കണ്ണനിൽ നിന്ന് അകന്നു മാറുന്നുണ്ട്. എന്താടോ താനെന്താ മാറിയെന്ന് ചോദിക്കുമ്പോൾ അല്ല കണ്ണേട്ടൻ ഇതുവരെ മാല ഊരിയിട്ടില്ലല്ലോ, മാല ഊഴാതെ ഇങ്ങനെ നമ്മൾ തൊടണതൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ മാറിയതാണ്, എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കണ്ണനും സാഗറിനും ഉള്ള ഭക്ഷണമൊക്കെ മഹാലക്ഷ്മിയും മഞ്ജും കൂടി വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും കണ്ണനും സാഗറും മഞ്ജുവിനെയും മഹാലക്ഷ്മിനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ മലയ്ക്ക് പോയ വഴിക്ക് കുറച്ച് സംഭവങ്ങളുണ്ടായി, എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാനും മാർക്കോയും സാഹറും ലോപ്പസും കൂടി നടന്നു പോണ സമയത്ത് 2-3 പേര് അയ്യപ്പ ഭക്തന്മാരെന്ന് തോന്നുന്ന രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടി, എന്നിട്ട് ആഴുമില്ലാത്ത സ്ഥലത്ത് എത്തിയപ്പം അവർ ഞങ്ങളെ ചവിട്ടി കൊക്കയിലേക്ക് ഇടാൻ നോക്കി, എന്നിട്ട് എന്ത് സംഭവിച്ചു കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, അപ്പോഴേക്കും മാർക്കോ അവരെ 3 തള്ളി കൊക്കയിലേക്ക് ഇട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആപത്തൊന്നും ഉണ്ടായില്ല. അപ്പം ഇവർ മരിച്ചു എന്നും പറഞ്ഞിരിക്കുന്നത് ആ ഗുണ്ടകളാണ് ാണോന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ 2 ഗുണ്ടകൾ മരിച്ചു, ഒരാൾ ഗുരുതര നിലയിൽ ആസ്പത്രിയിലാണ്, ഭാഗ്യത്തിന് അയാളുടെ പേര് സാഗർന്ന് തന്നെയാണ്, അതുകൊണ്ട് ആരന്വേഷിച്ചാലും സാഗർ ഗുരുതരാവസ്ഥയ്ക്ക് എടുക്കുവാണെന്നേ മനസ്സിലാവുള്ളൂ, ഗുണ്ടകൾ മരിച്ച വിവരമൊന്നും മേഹനൊന്നും അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതിനാ ഗുണ്ടകളെ വിട്ടത് മേഹനാന്ന് ഉറപ്പുണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ മാർക്കോ മേഹനെ വിളിച്ച് സംസാരിച്ചിരുന്നു, അപ്പോൾ മേഹൻ സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുമായിരുന്നു, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആ ഗുണ്ടകളെ അയച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കിയത് മേഹനാണ്. എന്തായാലും മേഹനെ മാർക്കോ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവന് നല്ല പണി തന്നെ മാർക്കോ കൊടുക്കുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതിൽ മേഹന് മാത്രമല്ല എൻ്റെ രണ്ടാനച്ഛനും അതുപോലെ മഞ്ജുവിൻ്റെ അമ്മയ്ക്കും ഉണ്ണിക്കൊക്കെ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നണേന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട് അവർക്കൊക്കെ പങ്കുണ്ടാവും, അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് മേഹന ആ ഗുണ്ടകളെ അയച്ചേക്കണേ. എന്തായാലും ഇപ്പോൾ വീട്ടിൽ അതിൻ്റെ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് മഞ്ജു പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് സ്ഥിരം പതിവുള്ളതല്ലേ, അവരുടെ ആഘോഷത്തിന് മുടക്കമൊന്നും വരണ്ട, അതങ്ങനെ തന്നെ നടക്കട്ടെ, തൽക്കാലം ഞങ്ങൾ തിരിച്ചു വന്ന വിവരം ആരോടും പറയണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഹനോട് ഉണ്ണി ചോദിക്കുകയാണ്, എന്താ മേഹേട്ട പ്രശ്നം, ആരാ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഫോൺ വിളിച്ചത് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ CI ആണെന്നാണ് പറഞ്ഞത്.
അതിന് മേഹേട്ടൻ എന്തിനിങ്ങനെ പേടിക്കണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നല്ലടാ ഉണ്ണി, ഞാൻ ആ കണ്ണനെയും മാർക്കോയും കൊല്ലാനായിട്ട് ഒരു ഗുണ്ടയ്ക്ക് പൈസ കൊടുത്ത് വിട്ടിരുന്നില്ലേ, ആ ഗുണ്ടയാണെങ്കിൽ അവരെ കൊല്ലുകയും ചെയ്തു, അയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, അതും പറഞ്ഞ് ആ CA എന്നെ വിളിച്ചതാ. ഇതിപ്പോൾ പ്രശ്നമാവൂല മേഹേട്ടാന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്ത് പ്രശ്നം, ചിലപ്പോൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ട വരുമെന്ന്. അത് കേട്ടതും മേഹനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോളെ പറയണേ, ഞാൻ ജയിലിൽ കിടക്കേണ്ട വരുമെന്ന്, പിന്നെ അല്ലാതെ ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ട വരില്ലേന്ന്. അത് കേട്ടതും മേഹനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മാർക്കോയും ലോപ്പസും ആണെങ്കിൽ മേഹനെ പേടിപ്പിച്ച് തോർത്തിട്ട് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ലോപ്പസ് മാർക്കോയോട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം അതൊക്കെ നീ നോക്കിക്കോടെ ലോപ്പസ്, അവൻ ഒരിക്കലും മറക്കാത്ത പണി തന്നെ ഇനി അവന് കൊടുക്കാൻ പോകുന്നത്. ഇനി അവൻ ഒരിക്കലും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കുറുകെ വരരുത്, അതുപോലെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും, അവർക്ക് 4 പേർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ നമ്മളുടെ മാർക്കോയും ലോപ്പസും മേഘനാഥനോട് എന്തൊക്കെയോ പകരം വീട്ടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.